ഹായ് ഫ്രണ്ട്സ്, ടെക്വിസ്പോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നത് ഒരു ടെൻഷനുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ മിക്കവാറും ബാങ്ക് ലോക്കറിനെയാണ് ആശ്രയിക്കുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് ബാങ്ക് ലോക്കറിനെ ആശ്രയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന ഒരു ഡിജിറ്റൽ ലോക്കർ ഉണ്ടാകും. ഈ ലോക്കറിന് മറ്റുള്ള ലോക്കറിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇതൊരു സോളിനോയിഡ് ലോക്കാണ്. ഇതിന് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2 കോപ്പർ പ്ലേറ്റുകളാണ് നമുക്ക് ഡോർ അടഞ്ഞു എന്നുള്ള ഇൻഡിക്കേഷൻ കൺട്രോളിന് ലഭിക്കാൻ സഹായിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേയും അവിടെ കീബോർഡും നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊരു ടിൽറ്റ് സെൻസർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് കോപ്പർ കഷ്ണങ്ങളുടെ ആവശ്യമുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസിന്റെ ആവശ്യമുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ലോക്കർ. ഇവിടെ ഡിസ്പ്ലേയിൽ പിന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പിന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഡോർ ലോക്കാണ്. പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന കീകൾ യൂസ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് 12 ആണ്. അപ്പോൾ 12 നമുക്കിവിടെ എൻ്റർ ചെയ്യാം. 12 എൻ്റർ ചെയ്തതിനു ശേഷം നമ്മളിവിടെ എൻ്റർ കീ ഉണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്തതിന് മാത്രമാണ് ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഡിജിറ്റൽ ലോക്കർ അൺലോക്ക് എന്നുള്ള മെസ്സേജ് വരികയും ചെയ്യും. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി 5 സെക്കൻഡ് കഴിയുമ്പോൾ തനിയെ ഡോർ ലോക്കാവും. ഇവിടെ തനിയെ ഡോർ ലോക്കായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഡോർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ഡോർ അടയ്ക്കാൻ മറന്നു പോകുമ്പോൾ നമുക്ക് അലാം ഇൻഡിക്കേഷൻ തരികയും ഡിസ്പ്ലേയിൽ അതിൻ്റെ എറർ മെസ്സേജ് വരികയും ചെയ്യും. ഇവിടെ എറർ മെസ്സേജ് വരികയും അലാം അടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അലാം ഓഫ് ആവുകയും ഡോർ വീണ്ടും ലോക്ക് ആവുകയും ചെയ്യും. ഈ ഡിജിറ്റൽ ലോക്കറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡുകൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പിന്നുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് 12 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിന് പ്രത്യേക ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് സെറ്റ് കീയും ഡൗൺ കീയും കൊണ്ട് ഒരുമിച്ച് ഞെക്കണം. അപ്പോൾ ഇവിടെ എൻ്റർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ അവിടെ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള പിന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് 12 ആണ്. അപ്പോൾ 12 ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ലോഗിൻ ആയി. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട് ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ഞാനിവിടെ 14 കൊടുക്കുകയാണ്. 14 എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ പിന്ന് ചേഞ്ചായി. അതിനുശേഷം ഇവിടെ ലോക്ക് ടൈം ഉണ്ട്. ലോക്ക് ടൈം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര സെക്കൻഡ് കഴിഞ്ഞാണ് നമുക്ക് അലാം വരേണ്ടത്, നമ്മളുടെ ഡോർ അടയ്ക്കണം എന്നുള്ള ഒരു അലാം വരേണ്ടത്, ആ അലാമിൻ്റെ ഡിലേ ആണ് ഈ ലോക്ക് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 സെക്കൻഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും നമുക്ക് അലാം വരുന്നത്. ഞാൻ ഇവിടെ 15 എന്നുള്ളത് ഞാൻ കുറച്ച് 10 സെക്കൻഡ് ആക്കുകയാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ പിൻ ചേഞ്ച്ഡ് ആവും. അപ്പോൾ നമ്മളിവിടെ പിന്ന് ചേഞ്ച് ചെയ്തായിരുന്നു, നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നേരത്തെ ഉള്ള പാസ്വേഡ് 12 ആണ്. അപ്പോൾ നമ്മളിവിടെ 12 അടിച്ചു കൊടുക്കാം. 12 അടിച്ചു കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ റോങ് പാസ്വേഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തത് 14 ആയിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും 14 അടിക്കാം. 14 അടിച്ച് കഴിഞ്ഞിട്ട് എൻ്റർ കീ ഞെക്കുമ്പോൾ നമ്മുടെ ഡോറ് അൺലോക്കായി. ഒരു പ്രാവശ്യം കൂടി ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി ഡൗൺ കീയും സെറ്റ് കീയും കൂടെ ഒരുമിച്ച് ഞെക്കണം. അതിനുശേഷം നമ്മളുടെ ഇപ്പോഴുള്ള പാസ്വേഡ് 14 ആണ്. അപ്പോൾ ഇവിടെ 14 എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ ഞെക്കുക. അതിനുശേഷം ഇവിടെ 14 എന്നുള്ള ചേഞ്ച് ചെയ്ത് ഞാൻ 10 ആക്കുക. അതിനുശേഷം എൻ്റർ കീ ഞെക്കുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ആവും. അതിനുശേഷം ഞാൻ ലോക്ക് ടൈം 10 തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം 12 ആയിരുന്നു സെറ്റ് ചെയ്തത്, പിന്നെ 14 ആണ്, ഇപ്പോൾ ഞാൻ 10 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഓരോന്നോരോ പാസ്വേഡ് ഇട്ട് നോക്കാം. അപ്പം റോങ് പാസ്വേഡ് എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഡോർ ഇവിടെ ലോക്കാണ്, ഡോർ തുറക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ 12 പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 12 പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം വീണ്ടും നമ്മളുടെ പാസ്വേഡ് റോങ് ആണ്. അതുപോലെ ഇപ്പം നമുക്കിവിടെ ലോക്ക് ഓപ്പൺ ആവുന്നില്ല. ലാസ്റ്റിൽ ഞാൻ സെറ്റ് ചെയ്തത് 10 ആണ് പാസ്വേഡ്. 10 പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ലോക്കറിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ പാസ്വേഡ് തെറ്റായി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ 5ൽ കൂടുതൽ തവണ പാസ്വേഡ് തെറ്റായി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അലാം അടിക്കുകയും ഒരു ടൈമർ 10 സെക്കൻഡ് ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് 10 ആണ്. പക്ഷേ 10 അല്ലാതെ ഞാൻ ഇവിടെ 5 പാസ്വേഡ് ഞാൻ തെറ്റായിട്ട് എൻ്റർ ചെയ്യുകയാണ്.
ഞാൻ അഞ്ച് അറ്റംപ്റ്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാമത്തെ അറ്റംപ്റ്റ് ഞാൻ പാസ്വേഡ് തെറ്റായിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അലാം ഓൺ ആവുകയും ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആ അലാം നിർത്താൻ സാധിക്കും. ഇവിടെ സെറ്റ് കീ, ആ സമയത്ത് നമുക്ക് സെറ്റ് കീ ഉപയോഗിച്ച് അലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ 6ാമത്തെ അറ്റംപ്റ്റ് ചെയ്യുകയാണ്. അതും തെറ്റാണെങ്കിൽ അലാം അടിക്കുകയും ചെയ്യും. പിന്നെ ഈ ഡിജിറ്റൽ ലോക്കറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, ഈ ലോക്കർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ ഇത് തനിയെ അലാം ജനറേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഞാനിവിടെ കാണിക്കാം. ഞാൻ ഈ ഡിജിറ്റൽ ലോക്കർ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം തനിയെ ഇവിടെ അലാം ജനറേറ്റ് ചെയ്യും. ആ അലാം എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടിൽറ്റ് സെൻസറാണ്. നമ്മൾ ഈ ഡിജിറ്റൽ ലോക്കർ ഇവിടെ നിന്ന് നമ്മൾ അനക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സെൻസർ ഇവിടെ തട്ടുകയും അലാം ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒരു പുതിയ ടെക്നിക്കൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.